ഹലോ ഗായ്സ്, വെൽക്കം ടു ആ ചാനൽ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാനലിൽ ഞാൻ ബേസിക് ഇംഗ്ലീഷിനെ കുറിച്ചും സിമ്പിളായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നും പറയുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരാളെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ആണ് സംസാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. അപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ അവിടെ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന ആൾ ആണ് ഫസ്റ്റ് പേഴ്സൺ, ദ പേഴ്സൺ സ്പീക്കിംഗ്. ഇനി ആരോട് സംസാരിക്കുന്നു? ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. അപ്പോൾ ആരോട് സംസാരിക്കുന്നു അവരാണ് സെക്കൻഡ് പേഴ്സൺ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ഇനി ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? മറ്റൊരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അവരാണ് തേർഡ് പേഴ്സൺ. ആരെക്കുറിച്ച് സംസാരിക്കുന്നു അവരാണ് തേർഡ് പേഴ്സൺ. അപ്പം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആര് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പീക്കിംഗ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരോട് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പോക്കൺ ടു. ഇനി മൂന്നാമത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ദ പേഴ്സൺ ഓർ തിങ് സ്പോക്കൺ ഓഫ്. ഓക്കെ, ഇതാണ് 3 പേഴ്സൺസ്, പ്രോനൗൺസിനകത്തുള്ള 3 പേഴ്സൺസ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതിനകത്ത് തന്നെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അല്ലെങ്കിൽ ഒന്ന്, ഒരു കാര്യം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിൽ എങ്ങനെയാണ് സിംഗുലറും പ്ലൂറലും വരുന്നത്? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലോ? ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ എന്താണ്? ഐ ആം സ്പീക്കിംഗ് അല്ലേ, ഐ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തും കൂടെ സംസാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നാണ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെ പറയും? വി. കുറേ പേരാണ് സംസാരിക്കുന്നത്, അപ്പോൾ വി. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ. ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിൽ ഐ. കുറേ പേരല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, വി. ഇനി ഞാൻ ആരോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആരോട് സംസാരിക്കുന്നു, അതിൽ തന്നെ ഒരാളോട് സംസാരിക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചാലും ഒരാളോട് സംസാരിച്ചാലും ഒന്നിൽ കൂടുതൽ സംസാരിച്ചാലും ഞാൻ ഇംഗ്ലീഷിൽ ഒറ്റ വേർഡേ ഉള്ളൂ അതിന്, യു. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു കുട്ടിയോട് സംസാരിക്കുവാണെങ്കിൽ എങ്ങനെയാ? യു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഹൗ ആർ യു. ഇനിയിപ്പോൾ ഹോൾ ക്ലാസ്സിനോടാണ് സംസാരിക്കുന്നതെങ്കിലും ടീച്ചറിന് എങ്ങനെ പറയാം? ഹൗ ആർ യു എന്ന് പറയാം. ആ യു തന്നെയാണ് അവിടെ ഒരാൾക്കും ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ ആരെക്കുറിച്ച് സംസാരിക്കുന്നു? എനിക്ക് അവനെക്കുറിച്ച് സംസാരിക്കാം, അവളെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാം, അവരെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പം അവിടെ അവൻ, അവൾ അല്ലെങ്കിൽ അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനെയൊക്കെ നമ്മൾ ഏത് വേർഡാ പറയുന്നത്? ഹി, ഷീ, ഇറ്റ്. അവൻ, ഹി, അവൾ, ഷീ, അത്, ഇറ്റ്. ഇതാണ് തേർഡ് പേഴ്സണിലെ സിംഗുലർ. ഇനി അവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ദേ. അപ്പോൾ അങ്ങനെ പ്രോനൗൺസിൽ തന്നെ 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഈ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. വി ആർ സ്പീക്കിംഗ്, ഞങ്ങൾ സംസാരിക്കുകയാണ്. സെക്കൻഡ് പേഴ്സണിൽ ആരൊക്കെയുണ്ട്? സിംഗുലറും യു ആണ്, പ്ലൂറലും യു ആണ്. യു ആർ റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണ്. യു ആർ അറ്റൻഡിങ് എ ഫംഗ്ഷൻ. ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ എല്ലാവരും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെന്ന് അർത്ഥം വരാം. ഓക്കെ, ഇനി തേർഡ് പേഴ്സണിൽ നമുക്ക് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഹി ഈസ് കുക്കിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ തിങ്സ് പറയാനും അല്ലെങ്കിൽ അനിമൽസിനെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത്.
അവൾ, അവൻ, അത്. ഇപ്പം ഒരു ഡോഗിനെയോ കാറ്റിനെയോ ഒക്കെ അല്ലെങ്കിൽ ആനിമൽസിനെയോ പിന്നെ ഈ ജീവനില്ലാത്ത വസ്തുക്കൾ, ബുക്സ്, പെന്ന്, ഹൗസ്, അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നമ്മൾ സൂചിപ്പിക്കാനായിട്ടാണ് ഇറ്റ് എന്ന് പറഞ്ഞ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ ഹൗസ്. അല്ലെങ്കിൽ ഇപ്പം മൈ ഡോഗ്സ് നെയിം ഇസ് ടോമി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോഗ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ ഏത് പ്രോനൗണാണ് ഞാൻ യൂസ് ചെയ്തത്? ഇറ്റ് എന്ന് പറഞ്ഞ പ്രോനൗണാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡോഗ്സ് അല്ലെങ്കിൽ ആനിമൽസിനും നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇറ്റ്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ ഹി, ഷീ, ഇറ്റ്. അതുപോലെ തന്നെയാണ് തേർഡ് പേഴ്സൺ സിംഗുലറിലെ പ്ലൂറൽ ദേ ആർ ലിവിങ് നിയർ മൈ ഹൗസ്. അവരെൻ്റെ വീടിന് അടുത്താണ് താമസിക്കുന്നത്. ദേ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്.